friends, welcome back to our channel. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചുക്കയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് ട്ടോ ഇത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 സവോള എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് നെയ്ച്ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ. അപ്പോൾ ഇതാ 3 സവോള, അത്യാവശ്യം വലിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. 3 എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിത് സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടി ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് വേണം കേട്ടോ കുഴയ്ക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 1 കിലോ ചിക്കനാണ് കേട്ടോ ചേർക്കണത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു റെസിപ്പിയിലിട്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലായിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്രീസറിലായിട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 10 മിനിറ്റൊക്കെ ഫ്രീസറിലായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമുക്കൊരു പാനിലോട്ട് മാറ്റാം. പിന്നെ ഈ പാനിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ വേറെ പാത്രം എടുത്തായിരുന്നു, പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അപ്പോൾ അതായത് ഇനി ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കാരണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഈ ഇറച്ചിയിൽ നിന്നുള്ള ഒരു വെള്ളമൊക്കെ അങ്ങോട്ട് ഊറി വരും. അപ്പോൾ പിന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് ഇപ്പോൾ വെള്ളമൊക്കെ ഇതിനകത്തുനിന്ന് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ. തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെയായിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. ഒറിജിനലായിട്ട് നല്ല ഭംഗിയുള്ള നല്ല കളർ തന്നെയാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ടായിരിക്കണത്. ഞാൻ ഓർക്കണുണ്ട് ഇതെന്താ ഇതിനകത്ത് ക്യാമറയിൽ ഇങ്ങനത്തെ കളറും. ഞാൻ മാറ്റി മാറ്റി നോക്കുക എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.